ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഒരു ഡേ മൈ ലൈഫ് തന്നെയാണ്. രാവിലത്തെ പകുതി മുക്കാലും ജോലികൾ കഴിഞ്ഞു. ഏട്ടൻ ജോലിക്ക് പോയി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരമ്പലത്തിലും കൂടി നമുക്ക് പൂജിക്കാനുണ്ട് കേട്ടോ. നമുക്കിനി ഒരമ്പലത്തിലും കൂടി പൂജിക്കാനുണ്ട്. ഒന്ന് നമ്മൾ ആ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്ലേരിയിൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, കല്ലേലി അപ്പൂപ്പൻ്റെ അമ്പലം. അപ്പോൾ അവിടെ കൊണ്ടുപോയി നമ്മൾ വണ്ടി എടുത്തതിൻ്റെ പിറ്റേന്ന് തന്നെ കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഞായറാഴ്ചയുടെ അന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു അമ്പലമുണ്ട്. അപ്പം അവിടെ ഒന്ന് കൊണ്ടുപോയി പൂജിക്കണം. പിന്നീട് നമുക്കിനി ആ ഒരു ഇതുണ്ട്, രണ്ടും അടുത്ത് പൂജിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അവിടെയും കൂടി കൊണ്ടുപോയി പൂജിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പം മോളുടെ തുണി കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകണം. അതിപ്പോൾ ഏട്ടൻ കഴുകാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ എന്താ ചെയ്യുന്നത്, സമയം ഒരുപാടായത് കാരണം കഴുകാൻ പറ്റിയില്ല. അങ്ങനെ ഏട്ടൻ പോയി. ഇനി എനിക്ക് അതൊന്ന് കഴുകണം. അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന്, എൻ്റെ മുടിയുടെ തുമ്പ് കുറച്ച് കെട്ടി നന്നായിട്ട്. ഇപ്പം ഡെലിവറി കഴിഞ്ഞ ടൈമിലൊന്നും പോകുന്നില്ലായിരുന്നു മുടി. ഇപ്പം നന്നായിട്ട് മുടി പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇപ്പം മുടി പൊയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി മോളുണർന്ന്, ഇനി അവളെ ഒന്ന് കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. എന്തോ പറഞ്ഞേ, ഒന്നുകൂടി പറയോ അൻവി? വീഡിയോയിലോട്ട് എന്തെങ്കിലും പറഞ്ഞേക്ക്. ഒരു ഹായ് എങ്കിലും പറ. ഓക്കെ, അവളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത കേട്ടോ. അൻവിയെ കുളിപ്പിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അൻവിക്ക് താണ്ട് ഈ ഒരു തേച്ച് കുളിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ തേച്ച് കൊടുക്കുന്ന എണ്ണയായത് കേട്ടോ, നാൽപ്പാമരാതിയുടെ എണ്ണ. ഇത് കഴിയാറായി കേട്ടോ. അപ്പോൾ ഇതും ഈ ഒരു എണ്ണയാണ് ദേഹത്ത് തേക്കുന്നത്. പിന്നെ പാരഷൂട്ടിൻ്റെ എണ്ണയാണ് നമ്മൾ തലമുടി തേക്കുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഞങ്ങൾ ഒക്കെ കുളിപ്പിക്കുന്നതിന് മുന്നേ ഉപയോഗിക്കുന്ന രണ്ട് എണ്ണകൾ. ഇത് നല്ല എണ്ണയാണെന്ന് തോന്നിട്ട്, നല്ല എണ്ണ കേട്ടോ, നാൽപ്പാമരാതി നല്ല എണ്ണ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ കുളിപ്പിച്ചിട്ടൊക്കെ വരുമ്പോൾ കാണാം അല്ലേ. മോളെ കുളിപ്പിച്ചുകൊണ്ട് വന്ന് മോള് എന്താ പറയുക, അന്ന് തൊട്ടേ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ ആളെ കുളിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഹിമാലയയുടെ ഈ ഒരു ബോഡി ലോഷൻ മാത്രം. ഇത് നമ്മൾ ബോഡിയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കരി കഴിക്കുമ്പോൾ പൗഡർ അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഇടാറില്ല. പിന്നെ വൈകിട്ട് അങ്ങനെ ഇച്ചിരി ഇട്ട് കൊടുക്കുമെങ്കിലേ ഉള്ളൂ. അല്ലാതെ പൗഡർ അങ്ങനെ നമ്മൾ ഫേസിലും അതുപോലെ തന്നെ ബോഡിയിൽ അങ്ങനെ വലുതായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യില്ല. പിന്നെ ആ ഒരു പൗഡർ നമ്മൾ കരി എഴുതാൻ വേണ്ടി എടുത്ത് വെച്ചേക്കും കേട്ടോ. നമ്മൾ ഹിമാലയയുടെ തന്നെയല്ല യൂസ് ആക്കുന്നത്. അതാണ്ട് ഹിമാലയയുടെ ഒരു കരിയുണ്ട്, കാജൽ, ഹിമാലയയുടെ ഒരു കാജലുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫുള്ള് ഹിമാലയാണ് നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിന് മോൾക്കിന് തേച്ച് കൊടുക്കണം. ഫേസിലൊക്കെ തേച്ച് കൊടുക്കാറായി. ഇതിപ്പം നമ്മൾ ഫേസിൽ തേക്കാൻ വേണ്ടി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫ്രോക്കും അടിയിലിടുന്ന പാൻറ്റീസുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. നമുക്കിത് ഇട്ട് കൊടുക്കണം. ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മോൾക്ക് കരി വരച്ചു കൊടുക്കണം. അതിനിപ്പം നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അത് പറ്റത്തുള്ളൂ, അല്ലാണ്ട് അവൾ കരി വരയ്ക്കാൻ സമ്മതിക്കൂല. പറഞ്ഞോ, പറ, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞേ. നമ്മളെപ്പോഴാ കരി വരയ്ക്കാറുള്ളത് പറഞ്ഞേ? എപ്പോഴാ? ആൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പറഞ്ഞോ മോൾ, പറഞ്ഞോ.
നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ വീഡിയോ കാണുന്നവർ കേട്ടിരുന്നോളൂ. പറ. നോക്കിയേ, പറഞ്ഞോ, എന്താ മോക്ക് പറയാനുള്ളത്? പറ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞേ. അപ്പം മോളിറങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തുണി കഴുകിടാനുണ്ടായിരുന്നു. അപ്പോൾ മോളുടെ തുണി മാത്രമേ ഞാൻ കഴുകിയിട്ടുള്ളൂ. പുറമേ കിടക്കുന്ന എൻ്റെയും ഏട്ടൻ്റെയും തുണി അത് സന്ധ്യവട്ട് രാവിലെ കഴുകിയിട്ട് അങ്ങ് പോയി. പിന്നെ മോളുടെ ഇത്രയും തുണി ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി. പിന്നെ കുഞ്ഞ് അടിയിലിടുന്ന പാൻറ്റീസൊക്കെ നമ്മൾ ആ കിണറ്റിൻ്റെ ആ ഒരു വക്കിൽ ആ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുത്ത്, അവിടെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരെണ്ണം എന്താ പറയുക, ചത്തുപോയി. അപ്പോൾ നമ്മൾ ഇനി മുയലിന് പോച്ച ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 2-3 ഇച്ചിരി പോച്ച എടുത്തിട്ട് വന്ന് കൊടുക്കണം അതിന്. അപ്പം അതിന് പോകാൻ വേണ്ടി നിൽക്കുക. നമ്മുടെ മുറ്റം ഇതാട്ടോ, ചെടികളൊക്കെ ഉണ്ട് അവിടെ. നല്ല സന്ധ്യവേട്ടനും അമ്മയും കൂടി ചെയ്ത കൃഷികളാണ്. കൃഷിയല്ല, പൂന്തോട്ടമാണ്. അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് പോച്ച ഇറക്കാൻ കരുതി. ഇവിടെ പോച്ചയുണ്ട്, അവിടെ നിർത്തും. അപ്പം നമ്മൾ എന്താ പറയുക, ഇത്രയും പോച്ച അറുത്തിട്ടുണ്ട്. അപ്പം അതങ്ങ് കൊണ്ടുപോയി കൊടുക്കാൻ കരുതി. ഈ പോച്ച ഇത് കഴിക്കുന്ന കേട്ടോ, തൊട്ടം കയറ്റി വെച്ചെടുത്തത് കഴിച്ചോളൂ. ഓക്കെ. അപ്പം മുയലിന് പോച്ചയൊക്കെ നമ്മൾ അറുത്ത് കൊടുത്തു. ഇനിയിപ്പം എന്താ പറയുക, ഇനി വേറെ പണിയൊന്നുമില്ല. കുറച്ചു നേരം കിടക്കാമെന്ന് കരുതി. വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇപ്പോൾ കുളിയൊക്കെ ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ടേ പറ്റത്തുള്ളൂ, കുളിക്കാനും കാര്യങ്ങൾക്കും. അപ്പം ഏട്ടൻ വന്നിട്ട് പറ്റും. മോളെ ഉറക്കിയിട്ടിട്ട് നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ എണീച്ച് അത് പാടായിരിക്കും. അപ്പം കുറച്ചു നേരമൊക്കെ ഉറങ്ങിയിട്ടൊക്കെ വരാമല്ലേ. കരിയൊക്കെ എഴുതി കൊടുത്തു. ഉറക്കം, നല്ല ഉറക്കം. രണ്ടാമത് എഴുന്നേറ്റിട്ട് ഇപ്പം കിടന്നുറങ്ങിയതാണ്. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് ഞാനും ഇച്ചിരി നേരം കിടക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പം അന്നേരം കിടക്കാമെന്ന് കരുതി. കിടന്നിട്ട് ഇനി എപ്പോഴാണ് അവൾ എണീക്കുന്നത് അന്നേരം ഞാനും എണീക്കും. അപ്പം നമ്മൾ കിടന്നിട്ട് പിന്നെ അങ്ങനെ രാവിലത്തെ ഉറക്കമൊക്കെ ഒരു ഉച്ചവരെയൊക്കെ ഉറങ്ങും. അങ്ങനെ അതൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് അവൾ എണീറ്റ്. ഇതിപ്പോൾ വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് രാത്രിയായി, ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ മോളെ കിടത്തി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.